ഹലോ ഫ്രണ്ട്സ്, ജോഗ്രഫി ക്ലാസ്സസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാസ് മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. അപ്പോൾ നമുക്ക് സെക്കൻഡ് പാർട്ടിലോട്ട് മൂവ് ചെയ്യാം. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ മാസ് മൂവ്മെൻറ്റ്സിൻ്റെ സ്ലോ മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്ന ഭാഗം വരെയാണ് നോക്കിയത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് റാപ്പിഡ് മൂവ്മെൻറ്റ്സ് ഡിസ്കസ് ചെയ്യാം. ഈ ഒരു മാസ് മൂവ്മെൻറ്റ്സിൻ്റെ റാപ്പിഡ് മൂവ്മെൻറ്റ്സിൽ ഇൻക്ലൂഡ് ചെയ്യപ്പെടുന്ന മൂവ്മെൻറ്റ്സ് ആണ് ഫ്ലോ, അവലാഞ്ച്, ലാൻഡ് സ്ലൈഡ്, റോക്ക് ഫോൾ. അപ്പോൾ ഫ്ലോ എന്ന് പറയുന്നത് എന്താണ്, അതിൻ്റെ ടൈപ്സ് ഏതൊക്കെയാണ് എന്ന് നമുക്ക് ആദ്യം നോക്കാം. ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് തരം ഫ്ലോയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് സോയിൽ ഫ്ലോ, രണ്ട് മഡ് ഫ്ലോ. ഈ സോയിൽ ഫ്ലോ എന്ന് പറഞ്ഞാൽ സോയിൽ ഫ്ലോ ചെയ്യുന്ന പ്രോസസ്സാണ് സോയിൽ ഫ്ലോ എന്ന് പറയുന്നത്. അതായത് വാട്ടർ സാച്ചുറേറ്റഡ് ആയി സോയിൽ ഒഴുകുന്ന പ്രോസസ്സാണ് സോയിൽ ഫ്ലോ. അപ്പോൾ നമ്മൾ വെള്ളം ഒഴുകുന്ന കണ്ടിട്ടുണ്ട്, അതുപോലെ തന്നെ സോയിൽ വെള്ളത്തിൽ കുതിർന്ന് ഒഴുകുന്ന പ്രോസസ്സാണ് സോയിൽ ഫ്ലോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ സ്ലോ മൂവ്മെൻറ്റ്സ് പഠിച്ചായിരുന്നു. ആ സ്ലോ മൂവ്മെൻറ്റ്സിൽ സോളിഫ്ലക്ഷൻ എന്ന ഒരു പ്രോസസ്സ് പഠിച്ചു. ഈ സോളിഫ്ലക്ഷൻ എന്ന പ്രോസസ്സും സോയിൽ ഫ്ലോയും ഒന്നല്ലേ? ശരിക്കും സോളിഫ്ലക്ഷനിലും സോയിലും മൂവ് ചെയ്യുന്നത് വാട്ടർ സാച്ചുറേറ്റഡ് ആയിട്ടാണ്. പക്ഷേ അവിടെ ഒരു പ്രത്യേകതയുണ്ട്. ആ ഒരു മൂവ്മെൻറ്റ് പെട്ടെന്ന് നമുക്ക് പെർസീവ് ചെയ്യാൻ പറ്റില്ല. ഒരു എക്സ്റ്റെൻഡഡ് ഒബ്സർവേഷനിലെ അത് നമുക്ക് മനസ്സിലാവുള്ളൂ. അത്രയ്ക്കും സ്ലോ ആയിട്ടാണ്, എക്സ്ട്രീംലി സ്ലോ ആയിട്ടാണ് ആ മൂവ്മെൻറ്റ് നടക്കുന്നത്. സോളിഫ്ലക്ഷൻ പോലെ തന്നെ കുറച്ചും കൂടെ സ്പീഡിൽ സോയിൽ ഫ്ലോ ചെയ്യുന്ന പ്രോസസ്സാണ് സോയിൽ ഫ്ലോ എന്ന് പറയുന്നത്. ഇനി സോയിൽ ഫ്ലോ സാധാരണ കാണുന്നത് എവിടെയാണ്? സാധാരണ സോയിൽ ഫ്ലോ കാണുന്നത് നമ്മുടെ മഴ പെയ്യുന്ന സ്ഥലങ്ങളിലാണ്. മഴയൊക്കെ പെയ്യുന്ന സ്ഥലങ്ങളിലാണ് സോയിൽ ഫ്ലോ കാണുന്നത്. ഇത് നിങ്ങൾ നമ്മുടെ നാട്ടിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ? കുന്നിൻ ചെരുവിൽ അൺകൺസോളിഡേറ്റഡ് ആയിട്ടുള്ള സോയിൽസ് ഉണ്ടെങ്കിൽ, അതായത് എവിടെയെങ്കിലും നമ്മൾ മണ്ണൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കാടൊക്കെ വെട്ടിത്തെളിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ മഴ പെയ്യുമ്പോൾ മഴവെള്ളത്തിൽ ലയിച്ച് സോയിൽ താഴോട്ടേക്ക് ഒഴുകി വരും. ഇതിനെയാണ് സോയിൽ ഫ്ലോ എന്ന് പറയുന്നത്. ഇനി ഫ്ലോയിൽ തന്നെ രണ്ടാമത്തെ കാറ്റഗറിയാണ് മഡ് ഫ്ലോ. മഡ് ഫ്ലോ എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ മഴവെള്ളത്തിൽ ലയിച്ച് മഡ് താഴോട്ട് വരുന്ന പ്രോസസ്സാണ്. പക്ഷേ മഡ് ഫ്ലോ നമുക്ക് കാണാൻ കഴിയുന്നത് വോൾക്കാനിക് ഇറപ്ഷൻസ് നടക്കുന്ന സ്ഥലത്താണ്. മഡ് ഫ്ലോ സാധാരണയായിട്ട് കാണുന്നത് വോൾക്കാനിക് ഇറപ്ഷൻസ് നടക്കുന്ന സ്ഥലങ്ങളിലാണ്. അതായത് വോൾക്കാനിക് ഇറപ്ഷൻസിൻ്റെ സമയത്ത് ഒരുപാട് ആഷ്, ചാരം പുറത്തോട്ട് വരുന്നുണ്ട്. അത് ആ വോൾക്കാനോസിൻ്റെ ചുറ്റും നിക്ഷേപിക്കപ്പെടും. അതൊരു മഴ പെയ്യുമ്പോൾ വെള്ളത്തിൽ ലയിച്ച് താഴോട്ടേക്ക് ഒഴുകി വരും. ഇതിനെയാണ് മഡ് ഫ്ലോ എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് റാപ്പിഡ് മൂവ്മെൻറ്റ് ഫ്ലോ ആണ്. ഫ്ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കി നിൽക്കാതെ ഈ വസ്തുക്കൾ ഒഴുകുന്നതായി കാണാം. എക്സാമ്പിളാണ് നമ്മുടെ സോയിൽ ഫ്ലോ. സോയിൽ ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു മഴ പെയ്യുന്ന സ്ഥലങ്ങളിൽ ഫോറസ്റ്റൊക്കെ വെട്ടിത്തെളിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മണ്ണിളകി കിടക്കുന്നുണ്ടെങ്കിൽ അവിടെ മണ്ണ് വെള്ളത്തിൽ ലയിച്ച് ഒഴുകി തുടങ്ങും. അതിനെയാണ് സോയിൽ ഫ്ലോ എന്ന് പറയുന്നത്. മഡ് ഫ്ലോ എന്ന് പറഞ്ഞാൽ വോൾക്കാനിക് ഇറപ്ഷൻസ് നടക്കുന്ന സ്ഥലങ്ങളിൽ വോൾക്കാനിക് ഇറപ്ഷൻസിൽ ഉണ്ടായ ചാരം, ആഷസ് വെള്ളത്തിൽ ലയിച്ച് താഴോട്ടേക്ക് ഇറങ്ങി വരും. അടുത്തതാണ് ലാൻഡ് സ്ലൈഡ്. ലാൻഡ് സ്ലൈഡ് എന്ന് പറയുന്നതും ഒരു റാപ്പിഡ് മൂവ്മെൻറ്റിൽ വരുന്ന കാറ്റഗറിയാണ്. അപ്പോൾ ലാൻഡ് സ്ലൈഡ് ആ വേർഡിൽ തന്നെയുണ്ട്. അതായത് ഒരു കുന്നിൻ്റെ ചെരിവിലൂടെ
എർത്ത്ക്വേക്സ് ഉണ്ടാവുമ്പോൾ, ഭൂചലനം ഉണ്ടാവുമ്പോൾ, അല്ലെങ്കിൽ ഹെവി റെയിൻഫോൾസ് ഉണ്ടാവുമ്പോൾ, അതും അല്ലെങ്കിൽ ഹ്യൂമൻ ഇൻ്റർവെൻഷൻസ്, അതായത് മനുഷ്യൻ കാട് വെട്ടി തെളിക്കുമ്പോഴൊക്കെ ഈ മൗണ്ടൻ്റെ സ്ലോപ്പിലൂടെ മെറ്റീരിയൽസ് താഴോട്ടേക്ക് സ്ലൈഡ് ചെയ്ത് ഇറങ്ങുന്ന പ്രോസസ്സാണ് ലാൻഡ് സ്ലൈഡ്സ്. ഓക്കെ, അപ്പോൾ ലാൻഡ് സ്ലൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുന്നിൻ ചെരിവിലൂടെ മെറ്റീരിയൽസ് സ്ലൈഡ് ചെയ്ത് ഇറങ്ങുന്ന പ്രോസസ്സിനെയാണ് ലാൻഡ് സ്ലൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. ലാൻഡ് സ്ലൈഡ് റാപ്പിഡ് മൂവ്മെൻ്റ് ആണ് എന്ന് പറഞ്ഞു, ഫ്ലോയും റാപ്പിഡ് മൂവ്മെൻ്റ് ആയിരുന്നു. പക്ഷേ ലാൻഡ് സ്ലൈഡ് ഒരു ഡിസാസ്റ്റർ ആയിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്. കാരണം ഇത് ലൈഫിനും പ്രോപ്പർട്ടിക്കും ഭീഷണിയാണ്. അതായത് ഉരുള് പൊട്ടുക, അതാണ് ലാൻഡ് സ്ലൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ ലാൻഡ് സ്ലൈഡ് ശരിക്കും ജീവനും സ്വത്തിനും ഭീഷണിയാണ്. അത് ലൈഫിനും പ്രോപ്പർട്ടിക്കും ഒരു ത്രെട്ടാണ്. ലാൻഡ് സ്ലൈഡ് നടന്നാൽ നമ്മളതിനെ പ്രകൃതി ദുരന്തമായിട്ടാണ് പറയുക. ഇതുവരെ പറഞ്ഞ ഒരു മാസ് മൂവ്മെൻറ്റ്സും നമ്മൾ പ്രകൃതി ദുരന്തത്തിൽ പെടുത്തിയിട്ടില്ല. പക്ഷേ ലാൻഡ് സ്ലൈഡ് നമ്മൾ പെടുത്തുന്നത് പ്രകൃതി ദുരന്തത്തിൻ്റെ കൂട്ടത്തിലാണ്. അത് റാപ്പിഡ് മൂവ്മെൻ്റ് ആണ്. അതിൽ ഹ്യൂജ് എമൗണ്ട് ഓഫ് മെറ്റീരിയൽ ഒരു മൗണ്ടൻ സ്ലോപ്പിലൂടെ സ്ലൈഡ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. അങ്ങനെ സ്ലൈഡ് ചെയ്യാനുള്ള റീസൺ എന്ന് പറയുന്നത് എർത്ത്ക്വേക്ക്, അതുപോലെ തന്നെ ഹ്യൂമൻ ഇൻ്റർവെൻഷൻസ്, ഹെവി റെയിൻഫോള്, എന്ത് വേണമെങ്കിലും ആവാം. ഇനി നിങ്ങൾക്ക് ഈ പിക്ചറിൽ കാണാം, ലാൻഡ് സ്ലൈഡിൽ ഒന്നിലധികം മെറ്റീരിയൽസ് പുറത്തോട്ട് വരുന്നുണ്ട്. അതായത് നമ്മുടെ റോക്സ് പുറത്തോട്ട് വരുന്നുണ്ട്, സോയിൽ വരുന്നുണ്ട്, മഡ് വരുന്നുണ്ട്. അങ്ങനെ എന്ത് വേണമെങ്കിലും സ്ലൈഡ് ചെയ്ത് പുറത്തോട്ട് വരാം. അടുത്തതാണ് അവലാഞ്ച്. ഈ പിക്ചറിൽ നിങ്ങൾക്ക് കാണാം, ഒരു മൗണ്ടൻ സ്ലോപ്പിലൂടെ ഒരു ലാർജ് എമൗണ്ട് ഓഫ് ഐസ് താഴോട്ട് വരുന്ന പ്രോസസ്സാണ് അവലാഞ്ച്. ഒരു ലാർജ് എമൗണ്ട് ഓഫ് സ്നോ ഓർ ഐസ് അത് സഡൻലി ഒരു മൗണ്ടൻ സ്ലോപ്പിലൂടെ താഴോട്ട് വരുന്ന പ്രോസസ്സിനെയാണ് അവലാഞ്ച് എന്ന് പറയുന്നത്. ഹിമാലയത്തിലൊക്കെയാണ് അവലാഞ്ച് കോമൺ ആയിട്ട് കാണുന്നത്. അടുത്തതാണ് റോക്ക് ഫോൾ. റോക്ക് ഫോൾ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഒരു ക്ലിഫ് ഉണ്ടെങ്കിൽ ആ ക്ലിഫിൻ്റെ മുകളിൽ നിന്ന് റോക്ക് ഫ്രീ ഫോൾ ചെയ്യുന്നതിനെയാണ് റോക്ക് ഫോൾ എന്ന് പറയുന്നത്. അപ്പോൾ റോക്ക് ഫോൾ എന്ന് പറഞ്ഞാൽ ഒരു ലാർജ് എമൗണ്ട് ഓഫ് റോക്സ് ഒരു ക്ലിഫിൽ നിന്ന് ഫ്രീ ഫ്ലോ ചെയ്യുന്നു, അതായത് സ്ലൈഡ് ചെയ്യാതെ ഫ്രീ ഫോൾ ചെയ്യുന്നു. അതിനെയാണ് റോക്ക് ഫോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ റോക്ക് ഫോളും ഒരു പ്രകൃതി ദുരന്തമാണ്, അവലാഞ്ചയും ഒരു പ്രകൃതി ദുരന്തമാണ്, അതുപോലെ തന്നെ നമ്മുടെ ലാൻഡ് സ്ലൈഡും പ്രകൃതി ദുരന്തമാണ്. കാരണം ഇത് മൂന്നും ലൈഫിനും പ്രോപ്പർട്ടിക്കും ഭീഷണിയാണ്. അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കുക. ലാൻഡ് സ്ലൈഡ്, അവലാഞ്ച്, റോക്ക് ഫോൾ, ദീസ് ത്രീ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു ഡിസാസ്റ്റേഴ്സ് because it can cause damage to life and property. ഓക്കെ, ഇനി സ്ലൈഡും റോക്ക് ഫോളും തമ്മിലുള്ള വ്യത്യാസം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ലാൻഡ് സ്ലൈഡ് എന്ന് പറഞ്ഞാൽ ഒരു മൗണ്ടൻ സ്ലോപ്പിലൂടെ മെറ്റീരിയൽ താഴോട്ട് വരുന്ന പ്രോസസ്സാണ് ലാൻഡ് സ്ലൈഡ്. മറ്റതെന്താണ്? ഫ്രീ ഫോൾ ആണ്. ഫ്രീ ഫോൾ ഓഫ് റോക്കാണ് റോക്ക് ഫോൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. സാധാരണ റോക്ക് ഫോൾ കാണുന്നത് കോറീസ്, മൈൻസ് ഒക്കെ ഉണ്ടെങ്കിൽ, കാരണം കോറീസിലും മൈൻസിലൊക്കെ നമ്മൾ റോക്സ് ഒക്കെ എടുത്ത് റോക്കൊക്കെ ലൂസൻഡ് ആയിട്ടിരിക്കുകയായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ അത് മുകളിൽ നിന്ന് താഴോട്ടേക്ക് വീഴുമ്പോഴാണ് റോക്ക് ഫോൾ ഉണ്ടാവുന്നത്. ഇനി നമ്മൾ ഇത്രയും പറഞ്ഞ റാപ്പിഡ് മൂവ്മെൻറ്റ് പ്രോസസ്സുകൾ അല്ലേ, ഫ്ലോ ഒരു നമ്മൾ പറഞ്ഞു, ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണ്, അതായത് സോയില് വാട്ടർ സാച്ചുറേറ്റഡ് ആയിട്ട് മൂവ് ചെയ്യുന്നതാണ് സോയിൽ ഫ്ലോ. പക്ഷെ സോയിൽ ഫ്ലോയും സോയിൽ ഫ്ലക്ഷനിലും വാട്ടർ സാച്ചുറേറ്റഡ് ആയിട്ടാണ് സോയിൽ മൂവ് ചെയ്യുന്നത്. പക്ഷേ സോളിഡ് ഫ്ലക്ഷൻ എന്ന് പറയുന്നത് എക്സ്ട്രീംലി സ്ലോ മൂവ്മെൻറ്റാണ്.
എക്സ്റ്റെൻഡഡ് ഒബ്സർവേഷനിൽ മാത്രമേ നമുക്കത് വ്യക്തമാവുകയുള്ളൂ. പക്ഷെ സോയിൽ ഫ്ലോ അങ്ങനെയല്ല. സോയിൽ ഫ്ലോ എന്ന് പറയുന്നത് നമ്മൾ നോക്കി നിൽക്കാതെ വെള്ളത്തിൽ കുതിർന്ന് മണ്ണ് മൂവ് ചെയ്യുന്നതാണ് സോയിൽ ഫ്ലോ. ഇത് മഴയുള്ള സ്ഥലങ്ങളിലാണ് കാണുക, ട്രോപ്പിക്കൽ റീജിയനിലാണ് കാണുക. ഇത് ഒരു ഡിസാസ്റ്റർ അല്ല. ഇനി ഇതുപോലെ തന്നെ വാട്ടർ സാച്ചുറേറ്റഡ് ആയി ആഷസ് അല്ലെങ്കിൽ മഡ് മൂവ് ചെയ്യുന്നതാണ് മഡ് ഫ്ലോ. ഇത് വോൾക്കാനിക് ഇറപ്ഷൻസ് നടക്കുന്ന സ്ഥലങ്ങളിലാണ് മെയിൻലി കാണുന്നത്. വോൾക്കാനിക് ഇറപ്ഷൻ്റെ ഭാഗമായി ആഷസ് വെള്ളത്തിൽ ലയിച്ച് താഴോട്ട് വരുന്നതാണ് മഡ് ഫ്ലോ. പിന്നെ നമ്മൾ പറഞ്ഞു ലാൻഡ് സ്ലൈഡ്, അതായത് സ്ലോപ്സിലൂടെ അല്ലെ, മൗണ്ടൻ സ്ലോപ്സിലൂടെ മെറ്റീരിയൽസ് സ്ലൈഡ് ചെയ്ത് വരുന്ന പ്രോസസ്സാണ് ലാൻഡ് സ്ലൈഡ്. അവലാഞ്ച് എന്ന് പറഞ്ഞാൽ സ്നോ മൗണ്ടൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് വരുന്ന പ്രോസസ്സാണ് അവലാഞ്ച്. ഇനി ഇത് കൂടാതെ ഫൈനലി റോക്ക് ഫോൾ പറഞ്ഞു. അത് ഫ്രീ ഫോൾ ഓഫ് റോക്കാണ് റോക്ക് ഫോൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പരീക്ഷയ്ക്ക് നമ്മളോട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യനാണ്, മെയിൻസിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ. ഹിമാലയത്തിലെ ലാൻഡ് സ്ലൈഡ്സിൻ്റെ റീസൺസും വെസ്റ്റേൺ ഘാട്ടിൽ ഉണ്ടാകുന്ന ലാൻഡ് സ്ലൈഡ്സിൻ്റെ റീസൺസും വ്യത്യസ്തമാണ്. എന്തുകൊണ്ട്? അപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കണം, വാട്ട് ആർ ദ കോസസ് ബിഹൈൻഡ് ലാൻഡ് സ്ലൈഡ്സ് ഇൻ ഹിമാലയാസ് ആൻഡ് വെസ്റ്റേൺ ഘാട്ട്സ്, ഡിഫറൻഷിയേറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹിമാലയം ഉണ്ടായിരിക്കുന്നത് അൺകൺസോളിഡേറ്റഡ് സെഡിമെൻസും കൊണ്ടാണ്. അതായത് ഹിമാലയം എന്ന് പറയുന്നത് തെത്തിസ് സീയുടെ കോണ്ടിനെൻ്റൽ ഷെൽഫ് പൊങ്ങി വന്ന് ഉണ്ടായതാണ്. അപ്പോൾ അത് സെഡിമെൻ്ററി ബേസിനും കൊണ്ട് ഉണ്ടായിരിക്കുന്ന സെഡിമെൻസ് കൊണ്ട് ഉണ്ടായിരിക്കുന്നതാണ്. സെഡിമെൻസിൻ്റെ പ്രത്യേകത, സെഡിമെൻസ് കൺസോളിഡേറ്റഡ് ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ ചെറിയൊരു അനക്കം വന്നാൽ അത് താഴോട്ടേക്ക് മൂവ് ചെയ്യും. അപ്പോൾ ഹിമാലയത്തിൽ ലാൻഡ് സ്ലൈഡ്സ് ഉണ്ടാവാനുള്ള ഒരു കാരണം ഹിമാലയം ഉണ്ടായിരിക്കുന്നത് സെഡിമെൻ്ററി റോക്കും കൊണ്ടാണ്. എന്നാൽ വെസ്റ്റേൺ ഘാട്ട് എന്ന് പറയുന്നത് മോസ്റ്റ് സ്റ്റേബിൾ ലാൻഡ് മാസ് ഇൻ ഇന്ത്യയാണ്. ഇന്ത്യയിലെ ഏറ്റവും സ്റ്റേബിൾ ലാൻഡ് മാസാണ്. ഗോണ്ട്വാന ലാൻഡിൻ്റെ ഭാഗം കൂടെയാണ്. അപ്പോൾ ആ ഒരു പേഴ്സ്പെക്റ്റീവിൽ അവിടെ എന്തുണ്ടാവാനുള്ള ചാൻസ് കുറവാണ്. അവിടെ ഹിമാലയത്തിനെ വെച്ച് നോക്കുമ്പോൾ ലാൻഡ് സ്ലൈഡ്സിന് ചാൻസ് കുറവാണ്. ഇനി ഹിമാലയത്തിൽ ലാൻഡ് സ്ലൈഡ് ഉണ്ടാവാനുള്ള പ്രധാന കാരണം എർത്ത്ക്വിക്സ് ആണ്. ഹിമാലയം ഒരു പ്ലേറ്റ് ബൗണ്ടറി ആണ്. അതുകൊണ്ട് തന്നെ അവിടെ എർത്ത്ക്വിക്സ് ഉണ്ടാവാം. ഈ എർത്ത്ക്വിക്സ് കൊണ്ടാണ് ഹിമാലയത്തിൽ പ്രധാനമായും ലാൻഡ് സ്ലൈഡ്സ് നടക്കുന്നത്. ഒന്നാമത്തെ റീസൺ. രണ്ടാമത്തെ റീസൺ നമ്മൾ പറഞ്ഞു, സെഡിമെൻറ്റ്സ് കൊണ്ടാണ്. സെഡിമെൻ്ററി ബേസിൻ കൊണ്ടാണ് ഹിമാലയ ഉണ്ടായിരിക്കുന്നത്. മൂന്നാമത്തെ റീസൺ സ്നോഫോള്. ഹെവി സ്നോഫോൾ ഉണ്ടാവുമ്പോൾ ഹിമാലയത്തിൽ അവലാഞ്ചസ് ഉണ്ടാവുന്നു. ക്ലിയർ ആണോ? ഹിമാലയം ഇരിക്കുന്ന എർത്ത്ക്വിക്ക് സോണിലാണ്. ഹിമാലയം ഉണ്ടായിരിക്കുന്ന സെഡിമെൻറ്റ്സ് കൊണ്ടാണ്. മൂന്നാമത്തെ കാര്യം, ഹിമാലയത്തിൽ ഹെവി സ്നോഫോൾ വരുമ്പോൾ അവലാഞ്ചസ് ഉണ്ടാവാം. അടുത്തത് വെസ്റ്റേൺ ഘാട്ട്. വെസ്റ്റേൺ ഘാട്ടിൽ എന്തുകൊണ്ട് ലാൻഡ് സ്ലൈഡ്സ് ഉണ്ടാവുന്നു? വെസ്റ്റേൺ ഘാട്ടിൽ പ്രാഥമികമായും പ്രൈമറിലി ലാൻഡ് സ്ലൈഡ് ഉണ്ടാവുന്നത് ഹെവി റെയിൻഫോൾ കൊണ്ടാണ്. ഹെവി റെയിൻഫോൾ കൊണ്ടാണ് എവിടെ ലാൻഡ് സ്ലൈഡ്സ് ഉണ്ടാവുന്നത്? വെസ്റ്റേൺ ഘാട്ടിൽ ലാൻഡ് സ്ലൈഡ്സ് ഉണ്ടാവുന്നത്. പിന്നെ വെസ്റ്റേൺ ഘാട്ട് സ്റ്റീപ്പ് സ്ലോപ്സ് ആണ്. വെസ്റ്റേൺ മാർജിൻസിൽ സ്റ്റീപ്പായിട്ടുള്ള സ്ലോപ്പാണ്. അതും വെസ്റ്റേൺ ഘാട്ടിൽ ലാൻഡ് സ്ലൈഡ്സിന് കാരണമാകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ഡിമാർക്കേഷനും ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ഇത് കൂടാതെ ഹിമാലയത്തിലാണെങ്കിലും വെസ്റ്റേൺ ഘാട്ടിലാണെങ്കിലും നദികളുടെ ഒഴുക്ക് കൂടുമ്പോഴും ലാൻഡ് സ്ലൈഡ്സ് ഉണ്ടാവാം. അപ്പോൾ ഇതൊരു മെയിൻസ് ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്തു എന്നേ ഉള്ളൂ. നമ്മൾ പ്രിലിംസ് പഠിക്കുന്നതോടൊപ്പം തന്നെ അതിൽ വരുന്ന മെയിൻസ് ക്വസ്റ്റ്യൻസ് ഒന്ന് ഡിസ്കസ് ചെയ്തു പോകുന്നത് നല്ലതാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോയിൻറ്റ്സ് നിങ്ങൾ നിങ്ങളുടെ ബുക്കിൽ ഇൻക്ലൂഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ മാസ് മൂവ്മെൻറ്റ് എന്ന് പറയുന്ന ടോപ്പിക്ക് ഇവിടെ തീരുകയാണ്. അപ്പോൾ അതിനു മുമ്പ് നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്തു നോക്കാം. ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കുക. Consider the following statements. Weathering is not essential for mass movement. Mass movements are driven by geomorphological agents.
ഇനി മാസ് മൂവ്മെൻറ്റ്സ് ആർ കോമൺലി ഹാപ്പൻ അലോങ് സ്റ്റീപ്പ് സൈഡഡ് ഹിൽസ്. വിച്ച് എന്നുള്ളത് മാസ് മൂവ്മെൻ്റ് ആണ്. മാസ് മൂവ്മെൻറ്റ്സ് ഈസ് കോമൺലി ഹാപ്പൻ അലോങ് സ്റ്റീപ്പ് സൈഡഡ് ഹിൽസ്. ചൂസ് ദി കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. 1 and 2 only, 2 and 3 only, 1 and 3 only, 1, 2, 3. അപ്പോൾ വീഡിയോ ഒരു നിമിഷം പോസ് ചെയ്യുക, ആൻസർ കണ്ടുപിടിക്കുക, അതിനുശേഷം വീഡിയോ റീസ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടി എന്ന് ഞാൻ വിചാരിക്കുന്നു. വെതറിങ് ഈസ് നോട്ട് എസെൻഷ്യൽ ഫോർ മാസ് മൂവ്മെൻറ്റ്. ശരിയാണ്, മാസ് മൂവ്മെൻറ്റിന് വെതറിങ് അല്ല. പിന്നെ നമ്മൾ പറഞ്ഞു വെതറിങ് നടന്ന സ്ഥലത്താണെങ്കിൽ അവിടെ പെട്ടെന്ന് മാസ് മൂവ്മെൻറ്റ് നടക്കും. വെതറിങ് ഈസ് നോട്ട് എസെൻഷ്യൽ ഫോർ മാസ് മൂവ്മെൻറ്റ്. പക്ഷെ വെതറിങ് നടന്നിട്ടുണ്ടെങ്കിൽ അവിടെ പെട്ടെന്ന് മാസ് മൂവ്മെൻറ്റ് നടക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് മാസ് മൂവ്മെൻറ്റ്സ് ആർ ഡ്രിവൺ ബൈ ജിയോമോർഫോളജിക്കൽ ഏജൻസ്. അല്ല, ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു മാസ് മൂവ്മെൻറ്റ്സിന് കാരണം ജിയോമോർഫിക് ഏജൻസ് അല്ല. അതിന് കാരണം ഒരേ ഒരു കാരണം ഗ്രാവിറ്റിയാണ്, അല്ലേ? ഗ്രാവിറ്റി എന്നൊരു ഫോഴ്സ് കൊണ്ട് മാത്രമാണ് എന്ത് നടക്കുന്നത്, ഈ ഒരു മാസ് മൂവ്മെൻറ്റ് നടക്കുന്നത്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റി. തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് ഈസ് കോമൺലി ഹാപ്പൻ അലോങ് സ്റ്റീപ്പ് സൈഡഡ് ഹിൽസ്. അതായത് മാസ് മൂവ്മെൻറ്റ് മെയിൻലി കാണുന്നത് സ്റ്റീപ്പ് സൈഡഡ് ഹിൽസിലാണ്. ശരിയാണ്. നമ്മളോട് പറഞ്ഞേക്കുന്നത് ചൂസ് ദി കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ്. സോ ആൻസർ വിൽ ബി 1 and 3. സി ആണ് ആൻസർ വരിക. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി നമ്മുടെ മാസ് മൂവ്മെൻറ്റ് എന്ന് പറയുന്ന ടോപ്പിക്ക് കഴിഞ്ഞു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മാസ് മൂവ്മെൻറ്റ് എന്താണ്, ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് മെറ്റീരിയൽ താഴോട്ട് വരുന്നു ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ കീഴിൽ, അതാണ് മാസ് മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞു. മാസ് മൂവ്മെൻറ്റിൻ്റെ കാരണം ഒരേ ഒരു കാരണമേ ഉള്ളൂ, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഇനി മാസ് മൂവ്മെൻറ്റ് ഉണ്ടാവാനുള്ള പ്രസീഡിങ് ഫാക്ടേഴ്സ് എന്തൊക്കെ, അതിൽ നമ്മൾ പറഞ്ഞു ഒരു മുകളിൽ നിന്ന് മെറ്റീരിയൽ എടുത്ത് മാറ്റുന്നത്, ബോട്ടത്തിൽ നിന്ന് മെറ്റീരിയൽ എടുത്ത് മാറ്റുന്നത്, അതുപോലെ തന്നെ സ്ലോപ്പിൻ്റെ ഹൈറ്റ് കൂടുന്നത് കൊണ്ട് മാസ് മൂവ്മെൻറ്റ് ഉണ്ടാവാം. ഹെവി റെയിൻഫോൾ വരുന്ന സ്ഥലങ്ങളിൽ മാസ് മൂവ്മെൻറ്റ് സഹായകരമായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു എർത്ത് ഉണ്ടാവുന്ന സ്ഥലങ്ങളിൽ, വോൾക്കാനിസം നടക്കുന്ന സ്ഥലങ്ങളിൽ, പിന്നെ എക്സ്പ്ലോഷൻസ് നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ മാസ് മൂവ്മെൻറ്റ് വളരെ പെട്ടെന്ന് ഉണ്ടാവാമെന്ന് പറഞ്ഞു. 2 തരത്തിലാണ് നമ്മൾ മാസ് മൂവ്മെൻറ്റ് ഡിവൈഡ് ചെയ്തത്, സ്ലോ മൂവ്മെൻറ്റ് ആൻഡ് റാപ്പിഡ് മൂവ്മെൻറ്റ്. സ്ലോ മൂവ്മെൻറ്റിൽ വരുന്നത് ക്രീപ്പും സോളിഫ്ലക്ഷനും കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. ഇന്നത്തെ ക്ലാസ്സിൽ റാപ്പിഡ് മൂവ്മെൻറ്റ്സ് പഠിച്ചു. റാപ്പിഡ് മൂവ്മെൻറ്റ്സിൽ ഫ്ലോ, ലാൻഡ് സ്ലൈഡ്, അവലാഞ്ച്, റോക്ക് ഫോൾ, ഇത്രയാണ് നമ്മൾ പഠിച്ചത്. അതിൽ ഫ്ലോ തന്നെ 2ആയി തിരിച്ചു, മഡ് ഫ്ലോയും സോയിൽ ഫ്ലോയും. സോയിൽ ഫ്ലോ നല്ല മഴയുള്ള സ്ഥലങ്ങളിൽ, മഡ് ഫ്ലോ മഴയും വേണം, അവിടെ വോൾക്കാനിസവും നടന്നിട്ടുണ്ടാവണം, അങ്ങനെയുള്ള സ്ഥലത്താണ് മഡ് ഫ്ലോ നടക്കുന്നതെന്ന് പറഞ്ഞു. ലാൻഡ് സ്ലൈഡ് നമ്മൾ പറഞ്ഞു ഒരു കുന്നിൻ്റെ ചെരിവിലൂടെ മെറ്റീരിയൽസ് സ്ലൈഡ് ചെയ്ത് വരുന്നതാണ് ലാൻഡ് സ്ലൈഡ്. റോക്ക് ഫോള് നമ്മൾ പറഞ്ഞു ഫ്രീ ഫോൾ ഓഫ് ദി റോക്ക് ഫ്രം എ ക്ലിഫ്, ഒരു ക്ലിഫിൽ നിന്ന് റോക്ക് ഫ്രീ ഫോൾ ചെയ്യുന്നതിനെയാണ് നമ്മൾ റോക്ക് ഫോൾ എന്ന് പറയുന്നത്. അവലാഞ്ച് നമ്മൾ പറഞ്ഞു മഞ്ഞ് ഇടിഞ്ഞ് വീഴുന്നതിനെയാണ് അവലാഞ്ച് എന്ന് പറയുന്നത്. അവലാഞ്ച് ഹിമാലയത്തിൽ കാണാൻ പറ്റും, വെസ്റ്റേൺ ഘാട്ടിൽ കാണാൻ കഴിയില്ല. ഓക്കെ, അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ സെഷൻ തീർന്നു. ഇതോടുകൂടി മാസ് മൂവ്മെൻറ്റ് എന്ന് പറയുന്ന ടോപ്പിക്ക് തീർന്നു. അപ്പം നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായിട്ട് കാണാം. ലാൻഡ് ഫോംഡ് ബൈ ഡിഫറെൻറ്റ് ജിയോമോർഫിക് ഏജൻറ്റ്സ്. ഓക്കെ, അതുപോലെ തന്നെ മേജർ ലാൻഡ് ഫോംസ്. ഈ 2 കാര്യങ്ങളായിരിക്കും അടുത്ത സെഷനുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതുവരെ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.